എൻ്റെ പേര് കലാം എന്നാണ്. മലയാള സാഹിത്യത്തിൽ ഞാനൊരു 10-14 പുസ്തകങ്ങൾ കവിതയായിട്ടും കഥകളുമായിട്ടും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പേര് കലാം കൊച്ചേറ എന്ന പേരിലാണ് കുറച്ച് പേരെങ്കിലും അറിയുന്നത്. ഇവിടെ എൻ്റെ സാഹിത്യത്തിനോ അല്ലെങ്കിൽ എൻ്റെ ഈ എഴുത്തിനെക്കുറിച്ചോ ഉള്ള പറയാൻ വേണ്ടിയല്ല ഞാൻ ഇന്നിവിടെ വന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റിനെ കുറിച്ച് പറയാനാണ് വന്നത്. എൻ്റെ കുട്ടിക്കാലത്ത്, ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് എൻ്റെ കുട്ടിക്കാലത്തിനെക്കുറിച്ച് എനിക്കൊന്ന് പറയേണ്ടതുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കിപ്പോൾ ഏകദേശമല്ല, എനിക്കിപ്പോൾ 62 വയസ്സായി. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഉമിക്കരിയായിരുന്നു. ആ ഉമിക്കരി അത് നീറ്റി എടുത്ത് പല്ല് തേയ്ക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണങ്ങളും അന്ന് പല്ലിന് നല്ല ബലവും കിട്ടാൻ വേണ്ടിയാണ് പാരമ്പര്യമായിട്ട് നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്ന് പഴയ പല്ല് പോയി പുതിയ പല്ല് നല്ല കൊച്ചരി പല്ലായിട്ട് വരും. അങ്ങനെ വളർന്ന് അങ്ങനെയാണ് പിന്നീട് ആ ഉമിക്കരിയുടെ ഒരു ഗുണം വന്നത്. കാലം പുരോഗമിച്ചു. ഞങ്ങൾ വളർന്നു വന്നപ്പോഴത്തേക്കും ഇവിടെ ടൂത്ത് പേസ്റ്റ്, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ടൂത്ത് പേസ്റ്റുകൾ ഇവിടെ ഇറങ്ങിത്തുടങ്ങി. ഞങ്ങൾ അത് ഉപയോഗിച്ചു തുടങ്ങി. ഞങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് മാറി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ടൂത്ത് പേസ്റ്റ് ഞങ്ങൾക്ക് ഒഴിവാക്കാനാകാത്ത രീതിയിൽ ഞങ്ങളുടെ കുടുംബത്തിൽ അത് മാറിക്കഴിയുകയും ചെയ്തു. അപ്പോൾ അന്ന് മുതൽ എൻ്റെ കുട്ടിക്കാലം ഏതാണ്ട് അറിവച്ച കാലഘട്ടം മുതൽ തന്നെ ടൂത്ത് പേസ്റ്റ്, വിദേശ നിർമ്മിത ടൂത്ത് പേസ്റ്റ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് ഇന്ത്യയിലും അതിൻ്റെ ടൂത്ത് പേസ്റ്റുകൾ വന്നു. അതൊക്കെ ഉപയോഗിച്ചു തുടങ്ങി. ഈ അടുത്ത കാലത്തായിട്ട് ഒരു 6-7 മാസത്തിന് മുമ്പ്, അപ്പോൾ എൻ്റെ പല്ലിന് ധാരാളം പ്രോബ്ലം ഉണ്ട്. ഇതൊക്കെ ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോഴും എൻ്റെ പല്ലിന് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പല്ലിന് കേടുവരിക, പല്ല് ഇതിനിടയ്ക്കൊരു കളപ്പല്ല് 3-4 എണ്ണം ഇളക്കേണ്ടി വന്നിട്ടുണ്ട്. പല്ലുവേദന വന്ന് സഹിക്കാൻ വയ്യാതെ ഉറങ്ങാനാകാത്ത രാത്രികൾ വരെ ഉണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ആശുപത്രിയിൽ പോയി ഡെൻറ്റിസ്റ്റിനെ കാണിക്കും. ഡെൻറ്റിസ്റ്റിനെ കാണിച്ചിട്ട് അത് പല്ല് മാറ്റി വയ്ക്കും. അതിൻ്റെ ഇടയിലുള്ള മറ്റേതിൽ ഹോള് ഫില്ല് ചെയ്യും. അങ്ങനെ പല്ലുവേദന കൊണ്ട് കഷ്ടപ്പെട്ട ഒരുപാട് ദിവസങ്ങളുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഉപയോഗിച്ച എൻ്റെ ഭക്ഷണ സാധനങ്ങളുടെ രുചി പിന്നീട് എനിക്ക് എന്നോ നഷ്ടപ്പെട്ടതുപോലെ തോന്നിയിട്ടുണ്ട്. അത് ശരിക്കും എനിക്ക് ആ ടേസ്റ്റ് ഒന്നും വരില്ല. പിന്നെ പല്ല് പുളിപ്പെന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നമായിരുന്നു. ഈ പല്ല് പുളിപ്പ് സഹിക്കാൻ വയ്യാത്ത പല്ല് പുളിപ്പാണ്. ചിലപ്പോൾ നല്ല ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോഴത്തേക്കും, തണുപ്പൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ജീവൻ പോകും. കഴിക്കണമെന്ന് തോന്നും, പക്ഷേ ഇത് കഴിക്കാനും ഒക്കില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു ആ കാലഘട്ടത്തിൽ. ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് പ്രഭാകരൻ, പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളി 23 വർഷമായിട്ട് പുള്ളി സ്വന്തമായിട്ടുണ്ടാക്കുന്ന ഒരു ടൂത്ത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ, പല്ലുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, അങ്ങനെ ഒന്ന് പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് അറിയണമല്ലോ. അങ്ങനെ ഞാനും അത് വാങ്ങിച്ചു. അപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ത്രിഫല, അതിമധുരം, മിസ്വാക്ക്, ഏലക്ക, ഗ്രാമ്പു, ഇങ്ങനെയുള്ള ഏതാണ്ട് 25-ൽ പരം ഇൻഗ്രീഡിയൻസ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എന്നാൽ പിന്നെ ഞാൻ എന്തായാലും ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ അനുഭവിക്കുമ്പോൾ ഒരു ടൂത്ത് പേസ്റ്റ് എന്നങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒന്ന് വാങ്ങിച്ചൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഒരു ഡോക്ടറെ കാണുന്നതിന് പകരമായിട്ട് അങ്ങനെ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ അത് ഉപയോഗിച്ചു തുടങ്ങി. അതിശയമെന്ന് തന്നെ പറയാം. എൻ്റെ ഈ ഫ്രണ്ടിൽ ഈ പല്ല് ചെറിയ ആട്ടം ഉണ്ടായിരുന്നു, മഞ്ഞളിപ്പുണ്ടായിരുന്നു, കളർ ഈ പല്ലിന് നിറവ്യത്യാസം ഉണ്ടായിരുന്നു. അത് മാറ്റേണ്ട സമയമായതുകൊണ്ട്. പക്ഷേ ഇത് ഉപയോഗിച്ചത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഭാര്യയിൽ നിന്നാണ് ആദ്യത്തെ പ്രതികരണം ഉണ്ടായത്. പറഞ്ഞു, വായനാറ്റം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഭാര്യയ്ക്ക് അറിയാൻ പറ്റും. അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു നമ്മളെ ഈ പേസ്റ്റിൻ്റെ ഗുണമായിരിക്കാം. അപ്പോൾ ഇതിന് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. എനിക്ക് പേസ്റ്റ് തന്നപ്പോൾ എൻ്റെ സുഹൃത്ത് പ്രഭാകരൻ പറഞ്ഞത്, ഇത് ആദ്യം ഈ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ മസാജ് ചെയ്യണം. ഒരു മിനിറ്റ് 2 മിനിറ്റിനകത്ത് നല്ലതുപോലെ മസാജ് ചെയ്യണമെന്ന്. അതിന് ശേഷം വേണം ബ്രഷ് ഉപയോഗിക്കാൻ. അങ്ങനെ ഞാൻ അതിനനുസരിച്ച് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രകടമായ പല്ലിനൊക്കെ നല്ല മാറ്റം ഉണ്ടായി. ആ മഞ്ഞളിപ്പൊക്കെ മാറി. ഈ ഫ്രണ്ടിൽ ഒരു ആട്ടം ഉണ്ടായിരുന്നെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ പല്ലിൻ്റെ ആട്ടം അങ്ങ് നിന്നു. എൻ്റെ പല്ലുവേദന മാറി. ഇതിനേക്കാളൊക്കെ എനിക്ക് എടുത്തു പറയേണ്ടത്, എൻ്റെ കുട്ടിക്കാലത്തെ ആ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ്
എനിക്ക് വീണ്ടും തിരിച്ചു കിട്ടി തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാലം ഞാൻ ഉപയോഗിച്ച ആ പേസ്റ്റുകൾക്കൊക്കെ കെമിക്കൽ കൊണ്ട് എൻ്റെ ആ ആഹാരത്തിൻ്റെ ടേസ്റ്റ് നശിപ്പിക്കാൻ അത് ഉപകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. അപ്പോൾ ഇത് വന്നതിന് ശേഷം എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ എങ്ങനെയാണ്, എൻ്റെ ഉമ്മ എങ്ങനെയാണ് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നത്, എത്ര ടേസ്റ്റോടു കൂടിയാണ് ഞാൻ കഴിച്ചത്, ആ ടേസ്റ്റ് എനിക്ക് തിരിച്ചു കിട്ടി. അപ്പം അത് എനിക്ക് ഭയങ്കരമായ ഒരു എടുത്തു പറയത്തക്ക ഒരു സവിശേഷതയാണ് ഈ പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഗുണം. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് വാ തുറന്നാണ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഈ മസാജും ഈ ബ്രഷ് നല്ലതുപോലെ ഈ മസാജ് ചെയ്തതിന് ശേഷം ഈ ബ്രഷ് നല്ലതുപോലെ ഉപയോഗിക്കും, മോളും താഴെയായിട്ട് ഇങ്ങനെയാണ് അത് നല്ലതുപോലെ ഉപയോഗിക്കും, തേച്ച് പിടിപ്പിച്ച് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പല്ല് അങ്ങ് അകത്തോട്ട് പോയി. അകത്തോട്ട് പോയപ്പോൾ ഞാൻ വാ അടച്ച് ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഈ പേസ്റ്റിൻ്റെ ഒരു പ്രാധാന്യമുള്ള ഒന്നാണ്, സവിശേഷതകളാണ്. അത് പേസ്റ്റ് മസാജ് ചെയ്യുക, പേസ്റ്റിൻ്റെ ഇത് മസാജ് ചെയ്യുമ്പോഴത്തേക്ക് പല തൊട്ട് സാധാരണഗതിയിൽ അങ്ങനെ പോകും. അങ്ങനെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ എൻ്റെ ഭാര്യ ഉപയോഗിച്ചു. അവൾക്ക് ഇതിന് പ്രകടമായ മാറ്റം ഉണ്ടായി. ഇന്ന് ഞങ്ങളിപ്പോൾ ഇതാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ പേസ്റ്റാണ്, ഈ എഡിനോറ സെൻസിപ്രോ എന്ന് പറയുന്ന ഇപ്പോൾ പേസ്റ്റാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. അദ്ദേഹം 23 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പല്ലിന് മാറ്റം ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അത് ഇതുകൊണ്ട് തന്നെയാണ്. എന്തായിരുന്നാലും ഈ പേസ്റ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു, ഇതെന്തോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതെന്തുകൊണ്ട് വെളിയിൽ കമേഴ്ഷ്യലായിട്ട് ഉപയോഗിച്ചുകൂടാ, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഇതെന്തുകൊണ്ട് ഇത് കൊടുത്തുകൂടാ, അവർക്കൂടെ പ്രയോജനപ്പെടട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പേസ്റ്റ് ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പേസ്റ്റിന് അതിൻ്റെതായിട്ടുള്ള മാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല്ല് സംബന്ധമായ 90% പ്രശ്നങ്ങളും, ഞാൻ 100 പറയുന്നില്ല, 90% പ്രശ്നങ്ങളും ഇതുകൊണ്ട് മാറിക്കിട്ടും. ഇത് ഞാൻ അനുഭവസ്ഥനാണ്, ഇത് വെറുതെ പറയുന്നതല്ല, ഇത് ഞാൻ അനുഭവിച്ച് അല്ലെങ്കിൽ ഞാനിത് ഉപയോഗിച്ച് അനുഭവിച്ചപ്പോൾ ഉള്ള ആ ഒരു സത്യാവസ്ഥയാണ്. ഇത് നിങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സത്യമാണ് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ തന്നെ പിടിക്കാമല്ലോ. കാരണം ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഞാൻ അനുഭവസ്ഥനായതുകൊണ്ടാണ്. എന്തായിരുന്നാലും നിങ്ങളിത് ഉപയോഗിക്കുക, നിങ്ങൾക്കിത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും.